സ്വാതന്ത്ര്യസമരത്തിൽ ഒരു പങ്കും വഹിക്കാത്ത ഒരു കൂട്ടരന്നേയുണ്ട്. അത് സംഘപരിവാറുകാരാണ്. RSSന്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാറുകാർ. അവർക്ക് സ്വാതന്ത്ര്യ സമരത്തോട് പുച്ഛമായിരുന്നു. അവർ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ പാദസേവകരായിരുന്നു. RSSന്റെ തലതൊട്ടപ്പൻ ഗോൾവാൾക്കർ, ഗുരുജി എന്ന RSSകാർ വിളിക്കുന്ന ആ ഗോൾവാൾക്കർ പരസ്യമായി ഇന്ത്യയിലെ യുവാക്കളോട് ആഹ്വാനം ചെയ്തത്, നിങ്ങൾ യുവജനങ്ങൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സമരം ചെയ്ത് ആരോഗ്യം വൃഥാ കളയരുത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സമരം നടത്തേണ്ടതില്ല എന്നതാണ് ഉപദേശം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സമരം നടത്തുന്നതിനോട് അവർക്ക് യോജിപ്പായിരുന്നില്ല. ഇത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് അവർ തന്നെ പോയി പറഞ്ഞിരുന്നു. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും ഉയർന്ന പ്രതിനിധി വൈസ്രോയിയാണ്. ആ വൈസ്രോയിയെ കണ്ട് സംഘപരിവാർ നേതാക്കൾ, ഞങ്ങളും നിങ്ങളും തമ്മിലൊരു അഭിപ്രായ വ്യത്യാസമില്ല, നിങ്ങൾ ഇവിടുന്ന് പോകണമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല, നിങ്ങൾ ഇവിടെ തുടരണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇതാണ് സംഘപരിവാർ. കാലചക്രം മാറി. ആ കാലചക്രത്തിൻ്റെ തിരിച്ചലിൽ നിർഭാഗ്യകരമായ ചിലത് സംഭവിച്ചു. അതിൻ്റെ ഭാഗമായി ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിക്കാത്ത ആ വിഭാഗത്തിൻ്റെ കയ്യിലായി ഇന്ത്യയിലെ ഭരണചക്രം. നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളായി അവർ മാറി. ചരിത്രം അവർ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്ക് വഹിച്ചു എന്ന് പറയുന്നില്ല. ഇന്ത്യ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു. ലോകം ശ്രദ്ധിച്ച ചരിത്രത്തിലുള്ളൊരു സ്വാതന്ത്ര്യ സമരം ഇവിടെ നടന്നിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യ സമരത്തിലൊരു പങ്കും വഹിക്കാത്ത കൂട്ടരാണ് സംഘപരിവാർ. ഈ ചരിത്രം അത് അതേ രീതിയിൽ ഇനിയുള്ള കാലം ആളുകൾ അറിയരുത് എന്ന് ഭരണചക്രം ധരിക്കുന്ന സംഘപരിവാറുകാർ ആഗ്രഹിക്കുന്നു. അതിനെന്ത് ചെയ്യണം? അതിനവർ കണ്ട എളുപ്പവഴി ചരിത്രം തിരുത്തുക. എങ്ങനെ തിരുത്തും? ഒരു പങ്കും വഹിക്കാത്തവരെ വലിയ സ്വാതന്ത്ര്യ സമര സേനാനികളായി ചിത്രീകരിക്കുക. തിരുത്തി രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിക്കുക. സ്വാതന്ത്ര്യ സമര ഘട്ടത്തിൽ ഏറ്റവും കടുത്ത പീഡനം അന്തമാൻ ജയിലിൽ കഴിയുന്നവരാണ് അനുഭവിക്കേണ്ടി വന്നിരുന്നത്. എത്രയോ സ്വാതന്ത്ര്യ സമര സേനാനികൾ, നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവരടക്കം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി താൻ അനുഭവിക്കുന്ന തടവ് എന്ന ബോധ്യത്തോടെ ആ തടവ് പൂർണ്ണമായും അനുഭവിക്കുന്ന നിലയാണ് അവരെല്ലാം സ്വീകരിച്ചത്. ഒരാൾ യാദൃശ്ചികമായി അവിടെ എത്തിയപ്പോൾ ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ
ജയിൽ ജീവിതം മടുക്കുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ദയക്ക് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നു, എഴുതി കൊടുക്കുന്നു, ഇനിയുള്ള ജീവിതം മുഴുവൻ ബ്രിട്ടീഷ് പാദസേവകനായി കഴിഞ്ഞോളാം, എന്നെ വിട്ടയക്കണം. മാപ്പപേക്ഷ ബ്രിട്ടൻ സ്വീകരിക്കുന്നു. അദ്ദേഹം ഇറങ്ങിപ്പോകുന്നു. സാധാരണ അത്തരമൊരാളെ സ്വാതന്ത്ര്യസമര സേനാനി എന്നല്ല വിളിക്കുക, സ്വാതന്ത്ര്യസമരത്തെ വഞ്ചിച്ച വഞ്ചകൻ എന്നാണ് വിളിക്കുക. പക്ഷേ ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് വലിയ ആദരവ്, സ്വാതന്ത്ര്യസമര സേനാനി എന്ന നിലക്കുള്ള വലിയ ആദരവ് ഇതുപോലുള്ള ആളുകൾക്ക് നൽകുകയാണ്. ഇതാണ് ചരിത്രം തിരുത്തുന്നതിൻ്റെ ഭാഗം. വേറൊരു ഭാഗത്ത് സ്വാതന്ത്ര്യസമരത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, ആ നേതാക്കളെ ആകെ തമസ്കരിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. ഗാന്ധിജി അടക്കം തമസ്കരിക്കാനുള്ള ശ്രമം നടക്കുന്നു. വീണ്ടും ഗാന്ധിജിയെ കൊല ചെയ്യുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ വലിയ തോതിൽ തന്നെ തമസ്കരിക്കുന്നു. ഇപ്പോൾ നാം കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ ഒരു കാഴ്ച കണ്ടു. നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അവിടെ ഡോക്ടർ അംബേദ്കറെ അങ്ങേയറ്റം ആക്ഷേപിക്കുന്നത്, അപഹസിക്കുന്നത് നമുക്ക് കാണേണ്ടി വന്നു.